ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യർക്കിടയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, ചെയ്യാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട്. രണ്ട് രീതിയിൽ ഭൗതിക രംഗത്തും മതരംഗത്തും അത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാര്യം വളരെ ആത്മാർത്ഥമായി അതിന്റെ കാമ്പ് ലക്ഷ്യം മനസ്സിലാക്കി നിർവഹിക്കുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അതോടൊപ്പം തന്നെ ആ കാര്യം ചെയ്യാൻ വേണ്ടി ചെയ്യാം, അഥവാ അത് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ അതിന് വലിയ താല്പര്യമൊന്നുമില്ലാതെ എന്നാൽ ചെയ്തില്ലെങ്കിലും മോശമല്ലേ എന്ന നിലക്ക് അത് ചെയ്യുന്ന ആളുകളും ഉണ്ടാകാറുണ്ട്. അത് നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ നിത്യജീവിതത്തിലൊക്കെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മതരംഗത്തും ചില ആളുകളുടെ ദൃശ്യമാണ്. അപ്പൊ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ആ ബാങ്ക് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ബാങ്ക് കൊടുത്തിട്ട് വേണം വീട്ടിൽ നിന്ന് കൊടുത്ത് സുന്നത്ത് സ്കരിച്ച് പള്ളിയിലേക്ക് പോകാൻ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ. എന്നാൽ ബാങ്ക് കേൾക്കുമ്പോൾ നേരെ എതിരായി ചിന്തിക്കുന്നവരുണ്ട്. അതാ പിന്നെയും കൊടുത്തു ബാങ്ക്, ഇപ്പൊ ഒരു ബാങ്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്ന നിലക്ക് അതൊരു ഭാരമായി, എന്നിട്ട് അവസാനം ആ ജമാഅത്ത് നിസ്കാരം കഴിയാൻ നേരത്ത് എത്തിച്ചേരുന്ന അതൊരു പ്രയാസമായി ബുദ്ധിമുട്ടായി കാണുന്ന ആളുകൾ. അതുപോലെ ദാനം കൊടുക്കുന്ന സന്ദർഭത്തിൽ അത് വളരെ ആത്മാർത്ഥമായിട്ട് നൽകുന്ന ആളുകളുണ്ട്, അത് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ചിലരെങ്കിലും ദാനം കൊടുക്കുന്ന വിഷയത്തിൽ അത് വാങ്ങാൻ വേണ്ടി ആരെങ്കിലും വന്നാൽ വളരെ നീരസത്തോടു കൂടി അതിനോട് പെരുമാറുന്ന ആളുകൾ അതിനോട് കൊടുക്കുകയും ചെയ്യും. അഥവാ എല്ലാം ചെയ്യും, പക്ഷെ ചെയ്യാൻ വേണ്ടി ചെയ്തതായിരിക്കും. അതിന്റെ ഒരു ഉപകാരം വേണ്ടതുപോലെ കിട്ടും. പ്രബോധന രംഗത്ത് ഉത്തരവാദിത്വം വഹിക്കുന്ന ആളുകളിലും നമുക്കത് കാണാൻ പറ്റും. അത് വളരെ ഇഖ്ലാസോട് കൂടി നിർവഹിക്കുന്നവരുണ്ട്. എന്നാൽ അതോടൊപ്പം അതൊട്ടുമേ ഇഷ്ടമില്ലാതെ ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിന് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഇങ്ങനെ മടി തോന്നുന്നതിന്റെ കാരണം എന്ത് എന്ന് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്. ഇതിനത് ചികിത്സിക്കുമ്പോൾ 4 കാരണങ്ങളാണ് പ്രധാനമായി വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. അതിലൊന്ന്, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ ഹൃദയത്തിൽ ഭയമില്ലാത്ത ഒരു അവസ്ഥ, അതതിന്റെ കാരണമാണ്. രണ്ടാമത്തത്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ബോധ്യപ്പെടാതെയുള്ള ഒരു പരമ്പരാഗതമായ വിശ്വാസം. ഞാനും മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു, അതുകൊണ്ട് ഞാനൊരു മുസ്ലിമായി. അല്ലാതെ അത് ശരിക്ക് ഹൃദയത്തിന് ബോധ്യപ്പെട്ട് ആ തെളിവുകളും ആയത്തുകളൊക്കെ ബോധ്യപ്പെട്ടുകൊണ്ട് വിശ്വസിച്ചൊന്നുമല്ല. അങ്ങനെയുള്ള പരമ്പരാഗത വിശ്വാസികൾ അവരും ഈ രംഗത്ത് നേരത്തെ പറഞ്ഞ അലസതയുള്ളവരായിരിക്കും. മൂന്നാമത്തത്, എന്തെങ്കിലും പ്രയാസം വന്നാൽ അള്ളാഹുവിനെ കൈവിട്ട് ശിർക്കിൽ അഭയം തേടുന്ന ആളുകൾ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടടുത്ത് വേറെ ആളുകളോടും മക്കബറകളോടും ജാറങ്ങളോടും ഒക്കെ പ്രാർത്ഥിക്കുന്ന, അതുപോലെ രോഗം മാറാതെ വരുമ്പോൾ അതുപോലെയുള്ള ആളുകളിലേക്ക് രോഗശമനത്തിന് വേണ്ടി പോകുന്ന, അങ്ങനെ ശിർക്ക് വെക്കുന്ന ആളുകൾ. ഇതും അതിന്റെ ഒരു കാരണമാണ്. മറ്റൊന്ന്, നാലാമത്തൊരു കാര്യം എന്ന് പറയുന്നത്, സാഹചര്യത്തിന്റെ സന്ദർഭത്തിൽ മാത്രം സൽക്കർമ്മങ്ങൾ ചെയ്യാം. ഒരു സാഹചര്യത്തിന്റെ ഒരു സമ്മർദ്ദമുണ്ടെങ്കിൽ മാത്രം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥ. അഥവാ എല്ലാവരും നിസ്കരിക്കാൻ പോവുക, അപ്പൊ ഞാനായിട്ട് ഇവിടെ നിന്ന മോശമല്ലേ? എല്ലാവരും നോമ്പ് നോൽക്കുക, അപ്പൊ ഞാനായിട്ട് നോമ്പ് നോൽക്കാതിരുന്ന മോശമല്ലേ? എല്ലാവരും ഒരു പരിപാടിക്ക് പോവുക, അപ്പൊ ഞാനായിട്ട് പോകാതിരുന്നത് ശരിയല്ലല്ലോ? ഇവിടെ ഖുർആൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാനായിട്ട് വിട്ടുന്നത് ശരിയല്ലല്ലോ? അങ്ങനെ ഒരു സാഹചര്യത്തിന്റെ ഒരു സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ മാത്രം കാര്യങ്ങൾ ചെയ്യും. ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ ഇത് നിർവഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഈ 4 കാരണങ്ങളെ ചികിത്സിക്കാൻ നമുക്ക് തയ്യാറാകേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ, തിന്മയിലേക്കായിരിക്കും നമ്മൾ ധൃതി കാണിക്കുക. ശരിക്കും നന്മയിലേക്ക് ധൃതി കാണിക്കണമെങ്കിൽ ഈ 4 കാര്യങ്ങളിൽ നമ്മൾ ചികിത്സിക്കേണ്ടതുണ്ട്. നന്മയിൽ ധൃതി കാണിക്കുന്നവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂറത്ത് മുഅ്മിനൂനിലെ ഏതാനും ആയത്തുകൾ ഓതി വെച്ചത്. അതെല്ലാവരും ഒന്ന് പഠിക്കേണ്ടതാണ്. എന്താ അള്ളാഹ് പറയുന്നത് നോക്കി നിങ്ങൾ, ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ, നിശ്ചയമായും തങ്ങളുടെ റബ്ബിനെ പേടിച്ചത് നിമിത്തം ഭയപ്പാടുള്ള ആളുകൾ. അവരെ വിശേഷിപ്പിക്കുകയാണ് അള്ളാഹ്. എന്ത്? അള്ളാഹനെ പേടിച്ചിട്ടൊരു ഭയപ്പാടുള്ള ഹൃദയം, അങ്ങനെയുള്ള ആളുകൾ ആരാണ്? നന്മയിൽ മുൻകടക്കുന്നവരെന്നാണ് പറയുന്നത്. അതായത് പടച്ചോനെ പറ്റി പറയപ്പെട്ടു കഴിഞ്ഞാൽ ഒരു അള്ളാഹനെ പേടി ഹൃദയത്തിലുണ്ടാവും. അല്ലാതെ അള്ളാഹനെ കുറിച്ച് പറഞ്ഞാൽ അവര് അനങ്ങാത്ത അവസ്ഥ ഉണ്ടാവില്ല.
പിന്നെ പറഞ്ഞ നിങ്ങള് വല്ലദീനഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ, തങ്ങളുടെ റബ്ബിന്റെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവരായ ആളുകളായിരിക്കും അവർ എന്നാണ്. ശരിക്കും പടച്ചോൻ എന്ത് ചെയ്യും? ആ ആയത്തുകൾ ബോധ്യപ്പെട്ടുകൊണ്ട്, ദൃഷ്ടാന്തങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് വിശ്വസിച്ചവരാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത അങ്ങനെ വിശ്വസിച്ചവരാണ്. അതുകൊണ്ടാണ് കടലിന്റെ മുമ്പിലും അവർ പതറാതെ പോയത്. അതായത് മൂസാ നബി ഒരു വടി ഇട്ടപ്പോ ആ വടി പാമ്പായി ഉയർന്നു നിന്നത് അവർ കണ്ടു. മറ്റു കയറുകളൊക്കെ അത് വിഴുങ്ങി. ഇത് കണ്ടപ്പോ സാഹിറുമാർക്ക് ബോധ്യപ്പെട്ടു, എന്ത്, ഇത് ഞങ്ങളുടെ ജാലവിദ്യ അല്ല, മൂസയുടെ കയ്യിലുള്ളത്. മൂസ പറയുന്ന ആ ഒരു അള്ള ഉണ്ട് എന്നവർക്ക് ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെട്ടപ്പോഴാണെന്ത്, ഞങ്ങൾ മൂസ എന്നവർ പ്രഖ്യാപിച്ചു. ആ മനുഷ്യന്മാരാണ് പിന്നെ ആ കടലിന്റെ അടുത്ത് പോയിട്ടും അതിന്റെ ഉള്ളിൽ നടന്ന പിന്നെ ഒരു പതറാതെ പോകുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷെ നമ്മൾ പലപ്പോഴും പതറുന്നത് എന്താ, ഇങ്ങനൊരു ബോധ്യപ്പെടൽ പലപ്പോഴും നടത്തിയിട്ടില്ല. ഇപ്പോ ഇസ്ലാമിലേക്ക് ഒരാൾ പുതുതായിട്ട് വന്നു കഴിഞ്ഞാൽ അയാൾ എത്രമാത്രം ആത്മാർത്ഥത കാണിക്കും? ആ ആത്മാർത്ഥം എന്തുകൊണ്ടാ ഒരു മുസ്ലിം വീട്ടിൽ ജനിച്ച ഒരാൾക്കില്ലാത്തത്? അത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഖുർആൻ പറഞ്ഞു, വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, തങ്ങളുടെ റബ്ബിനോട് യാതൊന്നും അവർ പങ്കു ചേർക്കാത്ത ആളുകളുമായിരിക്കുമെന്നാണ്. അതായത് നന്മയിൽ മുന്നോട്ട് പോകുന്ന, ധൃതി കാണിക്കുന്ന, മടിയില്ലാതെ അലസതയില്ലാതെ മുന്നോട്ട് പോകുന്നവരാരാ? അവരേത് സമയത്തും അല്ലാഹ് പടച്ചോനെ കാക്കണേ, റബ്ബെ രക്ഷിക്കണേ എന്നേ പ്രാർത്ഥിക്കുള്ളൂ. അല്ലാതെ മുഹദ്ദീസയെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നവർ പ്രാർത്ഥിക്കൂല. എത്ര രോഗം മാറാതെ വന്നാലും ഒരു ജാറത്തെയും ഒരു സിദ്ധനെയും ഒരു തങ്ങളെയും ഒരു ബീവിയെയും പോയി ശിർക്കൻ ചികിത്സകൾക്ക് വേണ്ടി അവർ ഒരിക്കലും തന്നെ അത് സമീപിക്കുകയില്ല. അവരേത് സമയത്തും അല്ലാഹുവിൽ തവക്കുലാക്കി മുന്നോട്ട് പോകുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നന്മയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നാണ്. വല്ലദീന യുഅ്തൂന മാ ആതൂ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, തങ്ങൾ വല്ലവർക്കും കൊടുക്കുന്നതിനെ അവർ തങ്ങളുടെ റബ്ബിങ്കിലേക്ക് മടങ്ങിച്ചെല്ലുന്നവരാണ് എന്നതിനാൽ ഹൃദയങ്ങൾ നടുങ്ങുന്നവരായിക്കൊണ്ടായിരിക്കും അവരത് കൊടുക്കുക. അവരെന്തെങ്കിലും ഒരു കാര്യം, അത് എന്ത് കാര്യമാകട്ടെ, സാമ്പത്തികമാകട്ടെ, ശാരീരികമാകട്ടെ, എന്താകട്ടെ, അത് ദീനീ മാർഗത്തിൽ അവർ നിർവഹിക്കുമ്പോ പടച്ചോനെ പേടിച്ചുകൊണ്ടായിരിക്കും. പടച്ചോന്റെ അടുത്തേക്ക് എനിക്ക് തിരിച്ചു ചെല്ലണം, അതുകൊണ്ട് വൃത്തിക്ക് ചെയ്യണം, ചെയ്യാൻ വേണ്ടി ചെയ്താൽ പോരാ, അള്ളാഹനെ പേടിച്ച് ചെയ്യണം. അത് ദാനം കൊടുക്കുന്നതാണെങ്കിലും, നമസ്കരിക്കുന്നതാണെങ്കിലും, സകാത്ത് കൊടുക്കുന്നതാണെങ്കിലും, ദീനീ പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്നതാണെങ്കിലും, ഇതാരുടെയും സമ്മർദ്ദത്തിന് വിധേയമായിക്കൊണ്ടല്ല ഞാൻ നിർവഹിക്കേണ്ടത് എന്ന ഉത്തമ ബോധ്യം അത്തരം ആളുകൾക്കുണ്ടാകും. എന്നിട്ട് ഈ 4 കാര്യം പറഞ്ഞിട്ട് അള്ളാഹ് പറയണത്, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. അങ്ങനെയുള്ളവർ, എങ്ങനെയുള്ളവർ? ഈ 4 രൂപത്തിൽ പറഞ്ഞ ആളുകൾ. അള്ളാഹനെ ഭയപ്പെടുക, അതേപോലെ തന്നെ റബ്ബ് ആ ആയത്തുകൾ ബോധ്യപ്പെടുക, പിന്നെയോ ശരിയായ രീതിയിലും അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാം. ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ നല്ല കാര്യങ്ങളിൽ ധൃതി കൂട്ടുകയാണ് ചെയ്യുന്നത്. ഉലൈക കൂട്ടർ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയിൽ ധൃതി കൂട്ടുന്നവരാണ്. വഹും ലഹാ സാബിഖൂൻ, അതിലേക്ക് മുൻകടക്കുന്നവരുമാകുന്നു അവര് എന്നാണ്. അതാണ് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിക്കങ്ങനെ പോകണം എന്നുള്ള തോന്നലുണ്ട് വരുന്നത്. എന്തായാലും ഈ ബോധമുള്ളവർക്കാണ്. ഈ ബോധമല്ലാത്തവന് ആന മരം വലിക്കണ പണി ഉണ്ടാവും, നിസ്കരിക്കാൻ വരാൻ, ജമാഅത്തിന് വരാൻ, സുബൈക്ക് നീക്കാൻ. എന്തെങ്കിലും അള്ളാന്റെ മാർഗത്തിൽ ഒരു 10 രൂപ കൊടുക്കാൻ 100 പ്രാവശ്യമാണ് ഓർമ്മപ്പെടുത്തേണ്ടി വരും. അപ്പൊ തരാം, കൊടുക്കാം, ചെയ്യാം. അതേ വ്യക്തി ഹോട്ടലിൽ കയറിയിട്ട് അതിന്റെ ഡബിൾ ഇരട്ടി പിന്നെ പണം ചെലവാക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. അള്ളാന്റെ മാർഗത്തിൽ ഒരു പണം ഓനെ പോക്കറ്റിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അത് ഇറങ്ങൂല. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അതിന് ധൃതി ഉണ്ടാവൂല. ഒരു ദീനീ പ്രബോധന കാര്യങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടാൽ അതിനാണ് മനസ്സ് വരൂല, അതിന് ഒരുപാട് കടമ്പകൾ ഉണ്ടാവും. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ശരിക്കും ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇത് ഇറങ്ങാത്തത് കൊണ്ടാണ് സുഹൃത്തുക്കളെ. അത് ഇറങ്ങിയ ആൾക്കാരാണ് എന്ത്, നന്മയിൽ ധൃതി കാണിക്കും, ബാങ്ക് കൊടുക്കാൻ അവർ കാത്തു നിൽക്കും. ഒരെന്തെങ്കിലും അള്ളാന്റെ മാർഗത്തിൽ ഒരു സമ്പത്ത് കൊടുത്താൽ അടുത്ത സമ്പത്ത് കൊടുക്കാൻ വേണ്ടി അവർ കാത്തു നിൽക്കും. എന്തെങ്കിലും ഒരു പ്രവർത്തനം കഴിഞ്ഞാൽ അടുത്ത പ്രവർത്തനത്തിന് വേണ്ടി അവർ കാത്തു നിൽക്കും. കാരണം എന്താ, അവർ ശരിക്കും ഹൃദയത്തിൽ വിശ്വാസം ഉൾക്കൊണ്ടവരാണ്. ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ ആയിഷ ബീവിയുടെ ചോദ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മറുപടിയും കൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട്. എന്താ ആയിഷ ബീവി ഇതിന്റെ പശ്ചാത്തലത്തിൽ ചോദിച്ചത്? അള്ളാഹുവിന്റെ റസൂലേ, തങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഭയത്തോടെ ചെയ്യുന്നവരെന്ന് ഖുർആൻ ഇവിടെ പറഞ്ഞത് മദ്യം കുടിക്കുകയും മോഷണം നടത്തുകയും തിന്മകൾ ചെയ്യുകയും അങ്ങനെ ഭയപ്പെടുകയും ചെയ്യുന്നവരെ കുറിച്ചാണോ? ഇങ്ങനെ മോശപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഭയപ്പെടുന്നതിനെ കുറിച്ചാണോ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ലാ, അങ്ങനെയല്ല. യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ, അങ്ങനെയല്ല.
പിന്നെ എങ്ങനെ വലാകിന്നഹും അല്ലദീന യസൂമൂന വയുസല്ലൂന വയതസദ്ദഖൂൻ. ആ ആളുകൾ ആരാന്നറിയോ? അവർ നോമ്പ് വെക്കുന്നവരാണ്, അവർ നിസ്കരിക്കുന്നവരാണ്, അവർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. വഹും യഖാഫൂൻ, അവർ ഭയപ്പെടുന്നു. എന്താണ് അവർ ഭയപ്പെടുന്നത്? അല്ലാ തുഖ്ബല മിൻഹും, ഞങ്ങൾ ഈ പ്രവർത്തിച്ചത്, ഞങ്ങൾ ഈ നോമ്പ് നോറ്റത്, ഞങ്ങൾ ഈ നമസ്കരിച്ചത്, ഞങ്ങൾ ഈ ദാനധർമ്മം ചെയ്തത് എന്റെ റബ്ബ് സ്വീകരിക്കില്ലേ എന്ന പേടിയാണ് അവർക്ക്. യുലായികല്ലദീന യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവരാണെന്നു നന്മയിൽ മുൻകടക്കുന്ന ആളുകൾ എന്നാണ്. അതായത് നിസ്കരിച്ചിട്ടും നോമ്പ് പോയിട്ടും സക്കാത്ത് കൊടുത്തിട്ടും ദാനധർമ്മം ചെയ്തിട്ടും എന്നിട്ടും സമാധാനം കിട്ടില്ല. പടച്ചോനെ എന്റെ റബ്ബ് സ്വീകരിക്കൂലേ, എന്റെ റബ്ബ് സ്വീകരിക്കൂലേ, ഈ പ്രവർത്തനം സ്വീകരിക്കൂലേ എന്ന ഒരു ആദ്യ ആളുകൾക്കുണ്ടാകുമെന്ന് അവരെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അപ്പൊ തിന്മ ചെയ്ത ഭയമല്ല അവർക്ക്, മറിച്ച് നന്മ സ്വീകരിക്കുമോ എന്ന ഭയമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിന്മ ചെയ്യുന്ന ആളുകൾ എത്ര ഭയക്കണം. അപ്പൊ തിന്മ ചെയ്യുന്ന ആൾക്കാർ കള്ളുടിക്കും, വ്യഭിചരിക്കും, വേണ്ടാത്ത ചെയ്യുന്ന ആൾക്കാർ എത്ര ഭയക്കണം. അതൊന്നുമില്ലാതെ നിസ്കാരവും നോമ്പും ഒക്കെ ഉള്ള മനുഷ്യന്മാര് പേടിക്കണം. എന്ത്? എന്റെ നോമ്പ് സ്വീകരിച്ചോ, എന്റെ നിസ്കാരം സ്വീകരിച്ചോ എന്നുള്ള പേടിയാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയപ്പോ എന്റെ അവസ്ഥ. അതായത് അപ്പൊ നമ്മളെ മനസ്സിൽ ഈ ഭയം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളെ പറ്റി ഒന്ന് ആലോചിക്കാൻ ഒഴിഞ്ഞിരിക്കുന്നു. പണ്ഡിതനായ ഹസനുൽ ബസരി റഹ്മഹുല്ല ഈ വിഷയം ചുരുക്കി പറഞ്ഞത് വളരെ മനോഹരമാണ്. ഈ ആശയത്തെ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്നൽ മുഅ്മിന, നിശ്ചയമായും ഒരു വിശ്വാസി, ജമഅ ഇഹ്സാനൻ വശഫഖതൻ, അഥവാ യഥാർത്ഥ വിശ്വാസി നന്മകൾ ചെയ്യും, ഒപ്പം അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യും. നന്മ ചെയ്യും, കൂടെ അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യും. വഇന്നൽ മുനാഫിഖ, എന്നാൽ മുനാഫിക്കാകട്ടെ, കപട വിശ്വാസിയാകട്ടെ, ഹൃദയത്തിലേക്ക് വിശ്വാസം ഇറങ്ങാത്തവനാകട്ടെ, ജമഅ ഇസാഅതൻ വഅംന, അവനെന്ത് ചെയ്യും? തിന്മകൾ ചെയ്യും, എന്നിട്ട് തനിക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന് കരുതി വളരെ സുരക്ഷിതത്വം നടിക്കുകയും ചെയ്യുമെന്നാണ്. തിന്മ ചെയ്യുന്നു മാത്രമല്ല, എനിക്കതുകൊണ്ടൊന്നും വരില്ല, ആ ഒരു നിർഭയത്വത്തിലാണ് അവൻ നടക്കുക. എന്നാൽ വിശ്വാസമുള്ളവരാണെങ്കിലോ, വിശ്വാസമുള്ളവൻ നിസ്കരിച്ചാലും ഓന് പേടി, നിസ്കാരം സ്വീകരിച്ച പടച്ചോനെ, നോമ്പ് സ്വീകരിച്ച പടച്ചോനെ, ഇതാ ഹൃദയത്തിൽ വിശ്വാസം, പടച്ചോനെ പേടിയുള്ളവർക്ക് ഉണ്ടാകുക. അല്ലാത്തവന് തിന്മ ചെയ്യുന്നു മാത്രമല്ല, തിന്മ ചെയ്തിട്ട് അതിലൊരു സമാധാനം, അതൊന്നൊരു പ്രശ്നമല്ല, എനിക്കൊന്നും വരാൻ പോകില്ല. ചില ആൾക്കാർ പരസ്യമായിട്ട് പറയലുണ്ട്, ഞാൻ അങ്ങനെ ചെയ്താൽ എനിക്കൊന്നും വരാൻ പോണില്ല, ഞാൻ അങ്ങനെ പറഞ്ഞാൽ എനിക്കൊന്നും വരാൻ പോണില്ല. അത് പറയുന്ന ആളുകളുണ്ട്. വിശ്വാസികൾ നല്ലോണം ഓർക്കണം, എത്രത്തോളം വരാൻ ഉണ്ടാവും എന്നുള്ളത് ഓർക്കണം. കഅബ പടുത്തുയർത്തിയ ശേഷം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സ് നോക്കി നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പൊ ഇബ്രാഹിം നബിനോട് കഅബ പടുത്തുയർത്താൻ വേണ്ടി പറഞ്ഞതാരാ? അല്ലാഹ്. എന്നിട്ട് ഇബ്രാഹിം നബി ഇസ്മായിൽ നബി ചെയ്തു. എന്നിട്ട് പറയ, റബ്ബനാ, ഞങ്ങളെ റബ്ബേ, തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, ഈ പ്രവൃത്തി ഞങ്ങളൊന്ന് സ്വീകരിക്കണം പടച്ചോനെ, നീ എല്ലാം കേൾക്കുന്നവനാണല്ലോ, അറിയുന്നവനാണല്ലോ. ശരിക്ക് ഇബ്രാഹിം നബിക്ക് എന്ത് വിചാരിച്ചാൽ മതി? പടച്ചോൻ പറഞ്ഞൊരു പണി ഞാൻ എടുത്തത്, ഞാൻ അള്ളാഹ് സ്വീകരിച്ചോളൂ എന്നല്ല വിചാരിക്കുക. അങ്ങനെയല്ല, അത് കഴിഞ്ഞിട്ട് പിന്നീ പറയാം, പടച്ചോനെ ഞങ്ങളെ എന്ത് ചെയ്യണം, ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണമെന്നാണ്. ഉമർ റളിയല്ലാഹുവിന്റെ ജീവിതത്തിലെ ഒരു പാഠം കൂടി ഇതിനോട് ചേർത്ത് വെച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരിൽ ഒരു മഹാനാണ് ഉമർ റളിയല്ലാഹു അൻഹു എന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സ്വർഗം കിട്ടുന്ന വാഗ്ദാനം കൊടുത്തതാണ് പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത്. ഇസ്ലാമിക സാമ്രാജ്യത്വത്തിന്റെ അമീറുൽ മുഅ്മിനായിരിക്കെ തന്നെ പ്രവാചകന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായിരുന്ന ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഉമർ റളിയല്ലാഹു ചെല്ലുന്ന ഒരു രംഗമുണ്ട്. ആരാണ് ചെല്ലുന്നത്? ആ സാമ്രാജ്യത്വത്തിന്റെ, ഇസ്ലാമിക സാമ്രാജ്യത്വത്തിന്റെ അധിപനായ, രണ്ടാം ഖലീഫയായ, ധീരനായ, ആരുടെ മുമ്പിലും തലകുലിക്കാത്ത, ഉമർ എന്ന് കേട്ടാൽ വിറച്ചു പോകുന്ന ആ കാലഘട്ടത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് കടന്നു പോകുന്നത്. ആരാ ഹുദൈഫ റളിയല്ലാഹു അൻഹു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സാക്ഷിക്ക് സൂക്ഷിപ്പുകാരനായി. വളരെ രഹസ്യമായ പല കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിൽപ്പെട്ടതാണെന്ന് മദീനയിലെ മുനാഫിക്കുകളുടെ പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിലൂടെ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഹുദൈഫ റളിയല്ലാഹുവിന് മാത്രമാണ് അത് കൈമാറിയിരുന്നത്. വേറെ ആർക്കും അതറിയില്ല. അത് അദ്ദേഹത്തിനായി അറിയും. ഇവരാർക്കില്ല, ഉമർ റളിയല്ലാഹു അൻഹുവിന് പോലുമില്ല, രണ്ടാം ഖലീഫക്ക് പോലുമില്ല. ആ സന്ദർഭത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. അദ്ദേഹത്തിന്റെ അരികിലെത്തി വിറക്കുന്ന ശബ്ദത്തോടുകൂടി ചോദിച്ചു. ആരാ ചോദിക്കുന്നത്? അവിടെയുള്ള ഭരണാധികാരിയാണ് പോയി ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി ചോദിക്കണം, യാ ഹുദൈഫ,
വിറക്കുന്ന ശബ്ദത്തോടുകൂടി ഉമർ റളിയല്ലാഹു ചോദിക്കുകയാണ്, നശത്തുക ബില്ലാഹ് ഹൽ സമ്മാനി ലക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅൽ മുനാഫിഖീൻ. ഹുദൈഫ, അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നിന്റെ അടുക്കൽ ആ വിവരമുണ്ടല്ലോ, ആരൊക്കെയാണ് ഇവിടെ മുനാഫിക്കുകൾ എന്ന വിവരം നിന്റെ അടുക്കലുണ്ടല്ലോ. അള്ളാഹുവിന്റെ ദൂതനിൽ നിനക്ക് തന്ന ആ മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ ഈ പാവം ഉമറിന്റെ പേരുണ്ടോ എന്നൊന്ന് പറഞ്ഞു തരണമെന്ന്. ആരാ ചോദിക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുക. സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ഉമർ റളിയല്ലാഹു ചോദിക്കുക. ഹുദൈഫ റളിയല്ലാഹു മറുപടി പറഞ്ഞു, ഇല്ല അമീറുൽ മുഅ്മിനീൻ, അവിടുന്ന് അങ്ങയുടെ പേര് പറഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഈ വിവരം ഞാൻ ആരോടും വേറെ പറയില്ല. ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? അതായത് സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ രാജ്യത്തിന്റെ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി, ഇസ്ലാമിന്റെ ഖലീഫ, എന്നിട്ടും ആ മനുഷ്യൻ ഞാനൊക്കെ സ്വർഗത്തേക്ക് പോകുന്നല്ല കരുതിയത്. അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഞാൻ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം, ചോദിക്കണം. സുഹൃത്തുക്കളെ, നമ്മൾ നല്ലോണം ആലോചിക്കണം. നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ ദാനധർമ്മം, നമ്മുടെ ദീനീ പ്രവർത്തനം, ഇതൊക്കെ മനസ്സ് തട്ടിയാണ്. അത് ഒഴിവുണ്ടാകുമ്പോൾ ചെയ്യുന്ന ഒരു പരിപാടിയാണോ, ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. ശരിക്കും അടിത്തട്ടിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഒരു ഓർമ്മയോടുകൂടി, അതാണെന്ത്, അത്തരം ആളുകളാണ് അവർ നന്മയിൽ ധൃതിപ്പെട്ട് ഒരു നന്മ ചെയ്യാനുള്ള അവസരം ഇങ്ങനെ കാത്തു നടക്കുകയും. ആ മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരണം. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കുക, ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് ആലോചിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുത്തക്കികളിൽ, മുഅ്മിനുകളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു പദ്ധതിക്ക് നാം എത്രത്തോളം പ്രാധാന്യം നൽകുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ, ആ പദ്ധതിക്ക് വേണ്ടി നമ്മൾ എത്ര പണം നീക്കിവെച്ചു, എത്ര സമയം നമ്മൾ നീക്കിവെച്ചു എന്ന് പരിശോധിച്ചാൽ. ചില ആളുകൾ ചില കാര്യങ്ങളെ പറ്റി വാദോരാതെ സംസാരിക്കും. പക്ഷെ സംസാരിച്ചു കഴിഞ്ഞ ഒരു പദ്ധതി ഉണ്ടാക്കുമ്പോൾ ആ പദ്ധതിക്ക് അതിൽ എത്ര പണമാണ് വകയിരുത്തിയത് അത് നോക്കിയിട്ടാണ് അതിനുള്ള ആത്മാർത്ഥത നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പൊ ഗവൺമെന്റ് ഒക്കെ പലപ്പോഴും ബജറ്റ് വെക്കാറുണ്ട് വർഷത്തിലൊരിക്കൽ. ആ ബജറ്റ് വലിയ തോതിൽ നമ്മുടെ നാട്ടിൽ ചർച്ചയാകും. എന്താ ചർച്ച ചെയ്യാൻ കാരണം? അത് ഓരോന്നിനും എത്ര പ്രാധാന്യം കൊടുത്തു എന്ന് ആ ബഡ്ജറ്റിൽ പണം വകയിരുത്തിയത് നോക്കിയിട്ട് നമ്മൾ വിലയിരുത്തും. വലിയ സംഭവമായിട്ട് പറഞ്ഞ സംഗതിക്ക് ആ ഒരു 10 ലക്ഷം രൂപ മാത്രമേ അവിടെ വകയിരുത്തിയിട്ടുള്ളൂ. അത് നടക്കാൻ പോണില്ലാതെ അപ്പത്തിന് തീരുമാനിക്കൂല. അതുപോലെ സമയം അങ്ങനെ തന്നെ. ഇവിടെ നമുക്ക് ശാശ്വതമായി ജീവിക്കാനുള്ളത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം നമുക്ക് ശാശ്വതമായി ജീവിക്കാനുള്ളത് ഈ ദുനിയാവിലല്ല. ഇതൊരു അറ്റാക്ക് ഉണ്ടായാൽ പോയി, അത്രേ ഉള്ളൂ. ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വെച്ചുട്ടി വീണാൽ മതി, കഴിഞ്ഞു. നമുക്ക് ശാശ്വതമായിട്ട് ജീവിക്കാനുള്ളത് പരലോകത്താണ്. അപ്പൊ ഒരു വിശ്വാസി ശരിക്ക് പരലോകത്തേക്കുള്ള പാഥേയമാണ് യഥാർത്ഥത്തിൽ അവൻ മുന്നൊരുക്കത്തിൽ പ്രധാനമായി കാണേണ്ടത്. അതിനായിരിക്കണം അവന്റെ സമയത്തിലെ നല്ലൊരു ഭാഗം അവൻ ചെലവഴിക്കേണ്ടത്. അതിനായിരിക്കണം അവന്റെ സമ്പത്തിലെ നല്ലൊരു ഭാഗം അവൻ നീക്കിവെക്കേണ്ടത്. ഞാൻ വളരെ വിമർശനാത്മകരമായി എന്നോടും നിങ്ങളോടും ചോദിക്കുക, നമ്മൾ ഈ പരലോകത്തിന്റെ വിഷയത്തിൽ എത്രത്തോളം നമ്മുടെ സമയം നമ്മൾ കൊടുക്കുന്നുണ്ട്, എത്രത്തോളം നമ്മൾ നമ്മുടെ പണം കൊടുക്കുന്നുണ്ട്? ഇത് നമ്മൾ ഒരു ആത്മവിചിന്തനത്തിന് നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. പലപ്പോഴും അത് കുറവാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഞാൻ അതിന് ഒരു എക്സാമ്പിൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും, ഒരു ഉദാഹരണം. അത് നമ്മളെ കുട്ടികൾ 2 വിദ്യാഭ്യാസമുണ്ട്. ഒന്ന് അവരുടെ ഭൗതിക വിദ്യാഭ്യാസമുണ്ട്, മതവിദ്യാഭ്യാസമുണ്ട്. ഈ ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മരിക്കുന്നത് വരെയുള്ള പരിപാടി. അതിപ്പോ ഒരു കുട്ടിയെ MBBS കിട്ടി, ഹൗസ് സർജൻസി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അതിന്റെ PG കിട്ടി, ഒക്കെ റെഡിയായി, ഒരു ജോലിയിൽ കയറാനുള്ള സമയമാകുമ്പോൾ ആ കുട്ടി മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സർട്ടിഫിക്കറ്റ് ആർക്കും ഉപകാരപ്പെടും? ഒരാൾക്ക് ഉപകാരപ്പെടും. അതെല്ലാ ജോലിയും അങ്ങനെ തന്നെ. കഷ്ടപ്പെട്ട് PSC എഴുതി എൻട്രൻസ് കോച്ചിങ്ങിന് പോയി ഒക്കെ പഠിച്ചുണ്ടാക്കിയിട്ട് അവസാനം ആ ജോലിക്ക് കയറാൻ സമയത്ത്
ആ ആൾ ആക്സിഡന്റ് പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ആവശ്യം എത്ര സംഭവങ്ങൾ അങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് നിസ്സാരമല്ല. ഇത് നമ്മൾ മരിക്കും വിചാരിച്ചുകൊണ്ട് പഠിക്കാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ പഠനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം മരിച്ചാൽ പിന്നെ മരണമില്ലാത്ത പരലോകം, വല്ലാത്തതും ഏറ്റവും നല്ലത് എന്നും പരലോകം. അത് പിന്നെ മരിക്കൂല അവിടെ. പിന്നെ സ്വർഗ്ഗാണെങ്കിൽ സ്വർഗം, നരകാണെങ്കിൽ നരകം. അവിടേക്ക് വേണ്ടി നമ്മളെ മക്കൾക്ക് നമ്മൾ എത്ര സമയം കൊടുക്കുന്നുണ്ട്, എത്ര പൈസ കൊടുക്കുന്നുണ്ട്, ഇത് നമ്മൾ ഓരോരുത്തരും ഒന്ന് വിമർശനാത്മകമായി ചിന്തിക്കേണ്ട. 4 വയസ്സുള്ള 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോകാൻ വേണ്ടി ആ കുട്ടിക്ക് ഓട്ടോറിക്ഷക്കും വാഹനത്തിനും വാനിനും അതോടൊപ്പം അതിന്റെ ബാഗിനും കൊടക്കും പുസ്തകത്തിനും അതിന്റെ ഫീസും ഒക്കെ കൂടിയാൽ 3000 4000 ഒക്കെ കൊടുക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അതേ കുട്ടിക്ക് നാളെ പരലോകത്തേക്കുള്ള ശരിയായ മതപഠനം, ഖുർആൻ പഠനം, ഖുർആൻ മര്യാദക്ക് ഓതാന്, അതിന്റെ അർത്ഥം മനസ്സിലാക്കാന്, നിസ്കാരം മര്യാദക്ക് പഠിക്കാന്, അത് ഒളു ശരിയായ രീതിയിൽ പഠിക്കാന്, എങ്ങനെയാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടതെന്ന് പഠിക്കാന്, എന്താണ് വാപ്പാനോടും ഉമ്മാനോടും പെരുമാറേണ്ടതെന്ന് പഠിക്കാന്, ആ ദീന് പഠിക്കാൻ എത്ര സമയം? അത് പണ്ടൊക്കെ 3-4 മണിക്കൂർ ഉണ്ടായിരുന്നു രാവിലെ. അത് പിന്നെ 3 2 1 മണിക്കൂറാണ്. ആ 1 മണിക്കൂറിന്റെ ഇടയിൽ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ടാവും. അതിന് കൊടുക്കണ കാശ് എത്ര? അത് 300 400 500 അല്ലേ? ഇതൊക്കെയാണ് അതിന്റെ ഒരു ഫീസ്. ആ ഫീസ് വാങ്ങി കിട്ടണമെങ്കിൽ എത്ര സമയം വേണം? അതെന്തോ അത് വേറെ കമ്മിറ്റിക്കാർ ചെയ്യേണ്ട ഒരു പണിയാണ് എന്നുള്ളൊരു ധാരണ ഇപ്പോഴും സമൂഹത്തിലുണ്ട്. എന്താ ആ ധാരണ സ്കൂളിലില്ലാത്തത്? സ്കൂളിൽ ഏത് നിയമം കൊണ്ടെന്നാലും എത്ര ഫീസ് വർദ്ധിപ്പിച്ചാൽ ചോദ്യമില്ലാതെ കൊടുക്കുമല്ലോ. അത് പ്രയോറിറ്റിയുടെ പ്രശ്നമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു പദ്ധതിക്ക് പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിനോട് എത്ര ആത്മാർത്ഥതയുണ്ട് എന്ന് തെളിയുന്നത് അതിൽ നമ്മൾ ചെലവഴിക്കുന്ന പണവും സമയവുമാണ് പ്രധാനം. അതിന് കൊടുക്കുന്ന സമയവും പണവും നമ്മൾ വളരെ കുറവാണെന്നെങ്കിൽ അത് നാട്ടുകാരൊക്കെ പാട് ചെയ്തു തരേണ്ട പരിപാടിയാണ്. എങ്ങനെ മറ്റേ നാട്ടുകാർ ചെയ്യേണ്ടാത്തത്? അങ്ങനെയല്ലല്ലോ. ഇത് മദ്രസകൾക്കുള്ള വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? ചെറിയ ഫീസേ വാങ്ങുള്ളൂ. ചെറിയ ഫീസേ വാങ്ങുമ്പോൾ ആ നിലക്കുള്ള അധ്യാപകരെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും ക്വാളിറ്റി ഇല്ലാത്ത അധ്യാപകർ വരും, ക്വാളിറ്റി ഇല്ലാത്ത പഠനം വരും. പക്ഷെ അവിടെ ക്വാളിറ്റി ഉണ്ടാണെങ്കിൽ എന്തുകൊണ്ട് ഒരു മനുഷ്യനെ അവിടെ മെനക്കെടണമെങ്കിൽ അയാൾക്ക് കാര്യമായി ശമ്പളം കൊടുക്കണം. ആ ശമ്പളം കൊടുക്കണമെങ്കിൽ രക്ഷിതാക്കൾക്ക് ഇത് കൊടുക്കാൻ കഴിയണം. അത് കൊടുക്കുമ്പോഴേ ആ സംഭവം നടക്കും. പക്ഷെ അതിലേക്ക് ശ്രദ്ധ പലപ്പോഴും ആളുകളൊന്നും പോകാറില്ല. ഇപ്പൊ നമ്മളെ മദ്രസ അധ്യാപകരെ മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ അവരൊരുപാട് പ്രയാസം സഹിച്ചുകൊണ്ടാണ് ആ രംഗത്ത് മുന്നോട്ട് പോകുന്നത്. ഒരു രാവിലത്തെ ഒരു സമയം 2 മണിക്കൂറാണെങ്കിലും 3 മണിക്കൂറാണെങ്കിലും എല്ലാ ദിവസവും അതിനെ എൻഗേജ് ആകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിനനുസരിച്ച് ആ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഒരുപാട് നമ്മൾ പച്ചക്കറി വാങ്ങുന്നിടത്തുനിന്നാണ് അവരും വാങ്ങുന്നത്. നമ്മൾ മറ്റു എണ്ണടിക്കുന്ന പമ്പും തന്നെയാണ് അവരും എണ്ണടിക്കുന്നത്. അതൊക്കെ വില കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് പിടിക്കാൻ മദ്രസയും മദ്രസയുടെ കാര്യങ്ങളും അതിന്റെ വിഷയങ്ങളും ചേർത്ത് പിടിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അതിന് മദ്രസയുടെ ഈ കാര്യക്ഷമമാകണമെങ്കിൽ നമ്മുടെ മനോഭാവത്തിൽ കാര്യമായ മാറ്റം വേണം. അതിന് ക്വാളിറ്റിയുള്ള അധ്യാപകരെ വെക്കണം. അധ്യാപകരെ നമ്മൾ ചേർത്ത് പിടിക്കണം. അപ്പൊ അധ്യാപകരുടെ വിഷയത്തിൽ വീടില്ലാത്ത അധ്യാപകരുണ്ട്. നമ്മളെ കേരളത്തിലെ മൊത്തമാണ് ഞാൻ പറയുന്നത്. മര്യാദക്കൊരു വീട് വെക്കാൻ ഈ ശമ്പളം കൊണ്ട് കഴിയാത്ത ഇഷ്ടം പോലെ അധ്യാപകരുണ്ട്. വലിയ വീടല്ല, ഒരു 4 സെന്റിലുള്ള ഒരു വീടുണ്ടാക്കാനാണ് ഞാൻ ഈ പറയുന്നത്. ഒരു പുരുഷായുസ് മുഴുവൻ വേണം ഒരു പെരണ്ടാക്കാൻ. എല്ലാവർക്കും അറിയാലോ അത് അല്ലേ? അതേപോലെ തന്നെ അവരുടെ മരുന്ന്, രോഗമുള്ള ആളുകൾക്ക് ആ മരുന്നിന്റെ രംഗത്ത് പ്രയാസമുണ്ട്. അവരെ മക്കളെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ രംഗത്ത് പ്രശ്നങ്ങളുണ്ട്. മദ്രസന്റെ ആ പ്രായമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു പെൻഷനോ പരിപാടിയൊന്നും ഇല്ലാതെ പിന്നെ ജീവിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥ. അപ്പൊ ഞാൻ അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യണം. നമ്മൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്. മദ്രസ അധ്യാപകർക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കാനും അവർക്ക് ചികിത്സക്ക് വേണ്ടിയും അതുപോലെ തന്നെ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസ സഹായത്തിന് വേണ്ടിയും വാർദ്ധക്യ സമയത്ത് അവർക്ക് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഫണ്ട് വർഷത്തിലൊരിക്കൽ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. പല ആളുകൾക്കും അത് ഓർമ്മ ഉണ്ടാവും. ആ കൊടുത്ത ആളുകൾക്ക് സന്തോഷിക്കാം. കാരണം എന്താ പറയുക, ആ കൊടുത്ത ഫണ്ടിൽ നിന്ന് ഇപ്പൊ നമ്മള് 14 വീടുകൾ അധ്യാപകർക്ക് ഉണ്ടാക്കി കൊടുത്തു. 14 വീട് ഉണ്ടാക്കി കൊടുത്തു. അതോടൊപ്പം 26 വീടിന്റെ പണി ഇപ്പോ പല സ്ഥലങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് അടുത്ത ദിവസം പൂർത്തിയാവും. നിങ്ങൾ ആ കൊടുത്ത പൈസ കൊണ്ടാണ്. അള്ളാഹു അവർക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. പക്ഷെ നമുക്ക് ആർക്കൊരു ഓർമ്മ ഉണ്ടത്? ആ പൈസ കൊടുത്ത ഓർമ്മ ഉണ്ടോ? ഇതേപോലെ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ മറക്കും. പക്ഷെ അതിന്റെ ഗുണം അപ്പുറത്തുണ്ടാവും. ഒരുപാട് ആളുകളോട് ജീവിച്ചു പോകും. അതുപോലെ തന്നെ കുറെ ആളുകൾക്ക് നമ്മൾ മരുന്നിന്റെ സഹായം, വിദ്യാഭ്യാസ സഹായം, വാർദ്ധക്യ പെൻഷൻ ഒക്കെ നൽകിക്കൊണ്ടിരിക്കും. ഈ പദ്ധതി കുറച്ചുകൂടി വലുതാക്കി കൊണ്ടുവരണം. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച
അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിൽ ഈ വിഷയത്തിലേക്ക് വേണ്ടിയുള്ള ധനസമാഹരണമുണ്ട്. അപ്പൊ ഇന്നത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളടക്കം കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എല്ലാവരും അടുത്ത വെള്ളിയാഴ്ച വരുമ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് ഇതിന് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവരണം. അത് ഇവിടുന്ന് QR കോഡ് അനുസരിച്ചും അല്ലാതെയും ഒക്കെ ഇവിടെ വാങ്ങാനുള്ള സൗകര്യം ഉണ്ടാവും. അത് നിങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുമാണ് ഈ ആശയം. എങ്കിലേ ഈ മദ്രസ സംവിധാനത്തെ നമുക്ക് നിലനിർത്താൻ കഴിയുള്ളൂ. ഇവരെ പ്രൊട്ടക്ട് ചെയ്യുമ്പോഴേ അവർക്കും അതിനോടൊരു താല്പര്യവും ആത്മാർത്ഥതയൊക്കെ ഉണ്ടായി വരുള്ളൂ. അപ്പോഴേ നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളും കിട്ടും. ഇതെല്ലാം കൂടിയതാണെന്ന് ഈ കാര്യങ്ങളുടെ ഫലപ്രാപ്തി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ചുരുക്കത്തിലുള്ളൂ, കുറച്ച് മതരംഗത്തേക്കും വിദ്യാഭ്യാസ രംഗത്തേക്കും നമ്മുടെ ശ്രദ്ധ ഇതൊന്നുമല്ല, ഇതിന്റെ അപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട്. അത് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഇതിനു വേണ്ടിയാണ് ടീച്ചേഴ്സ് കെയർ എന്നാണ് ആ പദ്ധതിയുടെ പേര്. ആ പദ്ധതി ഇത് വർഷത്തിലൊരിക്കലും ഒറ്റ കലക്ഷനാണ്, ഒരൊറ്റ ദിവസത്തെ കലക്ഷനാണ്. ആ ദിവസം എല്ലാ പള്ളികളിൽ നിന്നും കലക്ഷൻ എടുക്കും. ആ പണം കൊണ്ടാണ് ഈ വീടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സൽക്കർമ്മത്തിൽ എല്ലാവരും പങ്കാളികളാകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകുക.